നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഹേ ഇന്ദ്ര, അല്പം പോലും ഭയമില്ലാതെ സംശയലേശം ഇല്ലാതെ നീ എൻ്റെ പത്നിയെ പ്രാപിച്ചുവല്ലോ. ദേവരാജാവായ നിനക്ക് ഇത്രയും ദുർബുദ്ധി ഉണ്ടായതിനാൽ ശത്രുവിൻ്റെ അധീനത്തിലായിത്തീരും. മനുഷ്യന്മാരുടെ മാർഗദർശിയായി നീ ഇത്തരത്തിൽ ആചരിച്ചതിനാൽ ഈ സമ്പ്രദായം ഇന്നു മുതൽ ഭൂതലത്തിലും ഉണ്ടാകും. എന്നാൽ ഒരു പ്രത്യേകതയുണ്ട്. ചെയ്യുന്ന മനുഷ്യന് പകുതി ഫലമേ കിട്ടുകയുള്ളൂ. പകുതി ഭാഗം നിന്നിൽ ലയിക്കട്ടെ. സുരാതിനാഥൻ എന്ന ഉന്നത സ്ഥാനം നിനക്ക് സ്ഥിരമാവുകയില്ല. ദേവേന്ദ്രനായി ചമയുന്ന ഏതൊരാൾക്കും ആ സ്ഥിതിവിശേഷം അനശ്വരമാകുന്നതുമല്ല. ഇത്തരത്തിലുള്ളൊരു ശാപമാണ് തന്നിട്ടുള്ളതെന്ന് ഗൗതമൻ അങ്ങയോട് പറഞ്ഞിട്ടില്ലേ? ഇന്ദ്ര, ആശ്രമാന്തർഭാഗത്തിൽ പേടിച്ചു വിറച്ചു നിൽക്കുന്ന അഹല്യയോട് ശകാര രൂപത്തിൽ ബ്രഹ്മർഷി തുടർന്നു. ഹേ ദുഷ്ടേ, എൻ്റെ പർണശാലയിലുള്ള നിന്റെ സ്ഥിതി നശിച്ചു പോകട്ടെ. രൂപവും യൗവനവും ഒരുപോലെയുള്ള നീ നിലവിട്ടവളായി തീർന്നുവല്ലോ. നിന്റെ അസാധാരണ സൗന്ദര്യമാണ് മനഃശാഞ്ചല്യത്തിന് കാരണമായി തീർന്നത്. മറ്റാർക്കുമില്ലാത്ത സൗഭാഗ്യമാണല്ലോ നിന്നിലുള്ളത്. ഇന്നു മുതൽ മനുഷ്യ സ്ത്രീകൾക്ക് ഇത്തരം രൂപഭംഗിയുണ്ടായി തീരട്ടെ. വാസവ പ്രജകളിൽ ഭൂരിഭാഗവും അന്നു മുതൽ രൂപയുക്തരായി തീർന്നു. അഹല്യ പതിയുടെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട്, സ്വാമി ഭഗവാനെ, അല്പമെങ്കിലും കാമവികാരത്തോടെയല്ല ഞാൻ അമരേന്ദ്രനെ സ്പർശിച്ചിട്ടുള്ളത്. ആ ദേവനാഥൻ അവിടുത്തെ രൂപത്തിൽ വന്നപ്പോൾ ഞാൻ അധീനയായി തീർന്നതാണ്. ദയാമൂർത്തിയായ അവിടുന്ന് ക്ഷമിക്കണേ. അഹല്യയുടെ ധീനവാക്കുകൾ ഗൗതമനെ ശാന്തനാക്കി. അല്പമൊന്ന് ആലോചിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: അഹല്യെ, ഇക്ഷ്വാകു വംശത്തിൽ അത്യുജ്വല തേജസ്സുള്ളവനും മഹാരഥനും രാമൻ എന്ന അനശ്വര നാമമാർന്നവനുമായി ബ്രാഹ്മണ ധർമ്മങ്ങളെ സുസ്ഥിരമാക്കി തീർക്കുവാൻ സാക്ഷാൽ മാധവൻ മനുഷ്യരൂപത്തിൽ അവതരിക്കും. ശ്രീരാമദേവൻ മഹാരണ്യത്തിൽ വന്നുചേരും. എന്നാണോ നിനക്ക് ആ പരമാത്മാവിനെ കാണുവാൻ സാധിക്കുന്നത്, അന്ന് നിന്റെ ദുഷ്കൃത ഫലം നശിക്കും. നീ ചെയ്ത സർവ്വപാപങ്ങളെയും ഇല്ലാതാക്കുവാൻ രാമനല്ലാതെ മറ്റാർക്കും സാധിക്കുന്നതല്ല. മനുഷ്യാകാരത്തിൽ വരുന്ന ആ ദേവന് ആതിഥ്യാദികൾ ചെയ്തിട്ട് എൻ്റെ സമീപത്തിൽ എത്തിച്ചേരുവാൻ മംഗളസ്വരൂപിണിയായ നിനക്ക് സംഗതി വരട്ടെ. അന്നു മുതൽ എന്നെ ശുശ്രൂഷിക്കുവാൻ സുകുമാരാംഗിയായ നിനക്ക് സാധിക്കട്ടെ. ബ്രഹ്മർഷിവര്യനായ ഗൗതമൻ ആശ്രമത്തിൽ ഏകാഗിയായി വസിക്കുവാൻ പോയി. ഉഗ്രമായ തപസ്സാണ് അനേക വർഷങ്ങൾ അഹല്യ ചെയ്തത്. മഹാബാഹുവായ ദേവേന്ദ്ര, അങ്ങ് ചെയ്ത ആ ദുഷ്കൃതത്തിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിച്ചതെന്നോർക്കൂ. ശത്രുവശകനായതും മറ്റൊന്നുകൊണ്ടല്ല. ശതക്രതുവായ അങ്ങ് തികച്ചും ശ്രദ്ധയോടുകൂടി വൈഷ്ണവയാഗത്തെ വേഗത്തിൽ ചെയ്യൂ. എന്നാൽ പരിശുദ്ധനായി വിണ്ണിലേക്ക് പോകാം. അങ്ങയുടെ പുത്രൻ കഠിന യുദ്ധത്തിൽ അവസാനിച്ചതായി വിചാരിച്ച് ദുഃഖിക്കേണ്ട. വാസവ, ജയന്തനെ മഹാസാഗരത്തിൽ മുത്തച്ഛൻ സുരക്ഷിതനാക്കി താമസിപ്പിച്ചിരിക്കുന്നു. വിധാതാവ് അരുളി ചെയ്തതുപോലെ വിഷ്ണുയാഗം നടത്തിയ വിണ്ണോർ നായകൻ വീണ്ടും വാനുലകം പൂകി. ദേവേന്ദ്ര പദവിയിലിരുന്ന് ഭരണം തുടങ്ങി. ഹേ രഘുരാമ, ഇന്ദ്രജിത്തിൻ്റെ മഹാശക്തിയെ വിവരിച്ചത് മനസ്സിലായല്ലോ. ഇന്ദ്രനെ കൂടി വിജയിച്ച അവന് മറ്റുള്ളവരെല്ലാം എത്ര നിസ്സാരന്മാരാണ്. ആശ്ചര്യം, ആശ്ചര്യം! ശ്രീരാമലക്ഷ്മണന്മാരും വിഭീഷണാദി യാതുധാനന്മാരും വാനര പ്രമുഖന്മാരും ഭഗവാൻ അഗസ്ത്യൻ്റെ വാക്കുകൾ കേട്ടു ഒപ്പം പറഞ്ഞു. രാഘവ, സമീപത്തിലിരിക്കുന്ന രാക്ഷസ ചക്രവർത്തി വിഭീഷണൻ, ഭഗവാനെ, അവിടുത്തെ വാക്കുകൾ പണ്ട് കണ്ടവയെല്ലാം എന്നെ ഓർമ്മിപ്പിച്ചു എന്ന് പറഞ്ഞു. അവിടുന്ന് വിവരിച്ചതല്ല ഞാൻ ശ്രദ്ധിച്ച് കേട്ടു എന്ന് മന്നോർ മന്നവൻ അഭിപ്രായപ്പെട്ടു. ബ്രഹ്മർഷി വീണ്ടും തുടർന്നു. അമരനാഥനായ ദേവേന്ദ്രനെ പുത്രനോടുകൂടിയ രാവണൻ ഇങ്ങനെ തോൽപ്പിച്ചു ലോകകണ്ഠകനായി തീർന്നു. ബ്രഹ്മർഷിയുടെ കഥാകഥനം ശ്രീരാമചന്ദ്ര പ്രഭുവിനെ അത്യത്ഭുതപ്പെടുത്തി. യതീന്ദ്രോത്തമനായ ഭഗവാനോട് ജിജ്ഞാസയോടെ മഹാപ്രഭു ചോദിച്ചു: ഭഗവാനെ, ക്രൂരകർമാവായ ആ രാക്ഷസ ചക്രവർത്തി ഭൂലോകത്തിൽ പര്യടനം ചെയ്യുമ്പോൾ രാജാവോ തത്തുല്യ പരാക്രമിയോ ആയി ഒരാളും ഉണ്ടായിരുന്നില്ലേ? ഏതൊരുവനും രാവണനെ ജയിക്കുവാൻ സാധിച്ചിട്ടില്ലെന്നോ? അഥവാ അക്കാലത്ത് ഉള്ളവരെല്ലാം വിക്രമമില്ലാത്ത മന്നവരായിരുന്നുവോ? അതല്ലെങ്കിൽ അവർക്ക് ഏതൊരാൾക്കും ദിവ്യശസ്ത്രാസ്ത്രങ്ങൾ അധീനത്തിലുണ്ടായിരുന്നില്ലെന്നോ? അരജന്മാർ പരാജയപ്പെടുക മാത്രമാണല്ലോ ചെയ്തിരുന്നത്. കാകുത്സ്ഥന്റെ വാക്കുകൾ കേട്ട ഭഗവാൻ ബ്രഹ്മർഷി ഒന്ന് ചിരിച്ചു. വിധാതാവ് ഇന്ദ്രനോടെന്ന പോലെ പറഞ്ഞു: ഹേ രഘുരാജ, രഘുവംശ ശരണമേ, മഞ്ഞിടത്തിലുള്ള മഹീപാലരെ മുഴുവൻ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ട് കുറേ കാലം രാവണൻ നടന്നു. സ്വർഗപുരി ഭൂമിയിൽ പ്രതിഫലിച്ചതുപോലെയുള്ളൊരു നഗരമുണ്ടായിരുന്നു. മാഹിഷ്മതി എന്നാണതിൻ്റെ പേർ. ശരകുണ്ടത്തിലാളുന്ന അഗ്നിയെ പോലെയുള്ളൊരു നൃപനാണ് ആ നാട് ഭരിച്ചിരുന്നത്. അനന്യ സമാന്യമായ കരുത്തോടുകൂടിയ ആ ഹേഹയ പെരുമാളുടെ പേർ അർജുനൻ എന്നായിരുന്നു.
ജലക്രീഡാസക്തനായ അർജുനൻ ഒരു ദിവസം പത്നിമാരോടൊത്ത് നർമ്മദാ നദിയിലേക്ക് പോയി. അന്നേ ദിവസം തന്നെയാണ് ദശാനനും അവിടെ എത്തിയത്. രാജാമാത്യന്മാരോട് അരക്കർക്കോൻ, എവിടെ അർജുനൻ എന്ന ആ ധരനാഥൻ? ആ രാജാവിനോടുകൂടി അടരാടുവാൻ വന്നവനാണ് ഞാൻ. ആദ്യം തന്നെ അദ്ദേഹത്തോട് പറയൂ, രാവണൻ യുദ്ധസന്നദ്ധനായി വന്നിട്ടുണ്ടെന്ന്. മഹാവിജ്ഞാനികളായ സജീവന്മാർ സവിനയം ഞങ്ങളുടെ തമ്പുരാൻ ഇപ്പോൾ ഇവിടെയില്ല എന്ന് രാക്ഷസേശ്വരനെ അറിയിച്ചു. അമാത്യന്മാരും പൗരന്മാരും പറഞ്ഞത് വിശ്രവസു തനയനായ രാവണൻ കേട്ട് കൈലാസ അചല തുല്യമായ ബിന്ദിനിലേക്ക് പോന്നു. കാർക്കൊണ്ടലിൻ്റെ ഉള്ളിലേക്ക് പോയ പോലെയും ഊഴി പിളർന്ന് ഉയർന്ന് അമ്പരം സ്പർശിക്കുന്നത് പോലെയുമുള്ളൊരു വിന്ധ്യപർവ്വതം 1000 കൊടുമുടികളോടുകൂടി ഉയർന്നു നിൽക്കുന്നു. സിംഹങ്ങൾ വസിക്കുന്ന വൻ ഗുഹകൾ, അലറിച്ചാടുന്ന നിർമ്മല ജലപ്രവാഹങ്ങൾ, ദേവന്മാർ, ഗന്ധർവന്മാർ, ദൈത്യന്മാർ, കിം പുരുഷന്മാർ എന്നിവർ അപ്സര സ്ത്രീകളോടും തരുണീരത്നങ്ങളോടുമൊത്ത് രമിക്കുന്ന നന്ദന തുല്യങ്ങളായ വിഹാരസ്ഥലങ്ങൾ, പളുങ്കിന് തുല്യമായ പാവനവാരിയാൽ പൂർണ്ണങ്ങളായ നദികൾ, നാഗേന്ദ്രനായ അനന്തൻ്റെ ചലിക്കുന്ന നാവുകൾ പോലെ ഉയരത്തിൽ നിന്ന് പതിക്കുന്ന നീർച്ചാട്ടങ്ങൾ, ഇങ്ങനെ ഏതൊരുവൻ്റെ കരളിനെയും ആനന്ദിപ്പിക്കുന്ന ഗിരീന്ദ്രൻ ഗുഹകൾ നിറഞ്ഞ ഹിമവാനെ പോലെ നിൽക്കുന്നത് നോക്കിക്കൊണ്ട് രാവണൻ നർമ്മദാ തീരത്തിലെത്തി. പശ്ചിമ സാഗരാഭിമുഖമായി പായുന്ന ആ പുണ്യനദി പാറമേൽ തട്ടിയ തെളിനീർ കൊണ്ട് പളുങ്കിൻ മണികൾ ചിന്നിച്ചിതറിയും കാട്ടുപോത്ത്, ആൾക്കുരങ്ങ്, മഥയാന, എട്ടടിമാൻ, നരി, സിംഹം എന്നീ മൃഗസമൂഹങ്ങൾ ദാഹിച്ചു വന്ന് ഇറങ്ങി കലങ്ങിയും ചക്രവാകങ്ങൾ, നീർക്കോഴികൾ, അരയന്നങ്ങൾ, സാരസങ്ങൾ തുടങ്ങിയ പക്ഷികൾ മതത്തോടെ വിഹരിച്ചു കൂകിയും പ്രശോഭിക്കുന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.